ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അടുത്ത് നമുക്ക് 14-ാമത്തെ ആയത്ത് നോക്കുക. അതിനകത്ത് ആദ്യത്തെ വാക്ക് വറബത്ന എന്നുള്ള വാക്കാണ്. അതിനകത്ത് എത്ര നിയമമുണ്ട്? വറബത്ന 2. എത്ര നിയമമുണ്ട്? 2. 3 നിയമം അല്ലേ? ഒന്നാമത്തെ നിയമം ഇതാ റായിൻ്റെ നിയമമാണ്. റായി ഇനി എവിടെ കണ്ടാലും എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക, നിയമം ഉണ്ടാവും. പഠിക്കാത്ത നിയമമാണെങ്കിൽ നമുക്ക് പഠിപ്പിക്കുക ആ സമയത്ത്. അപ്പോൾ റായിന് ഇവിടെ സിമ്പിൾ നിയമമാണ്. എന്താണ്? റായിന് ഫതഹ വന്നതുകൊണ്ട് റായിനെ കനപ്പിക്കണം, വറ എന്ന് പറയണം. രണ്ടാമത്തെ നിയമം ഏതാ? തായിന് സുക്കൂൻ വന്നിട്ടുണ്ട്. കൽക്കലയുടെ നിയമമാണ് അല്ലേ? 5 അക്ഷരങ്ങൾക്ക്. ഏതൊക്കെ 5 അക്ഷരങ്ങളാണ്? ഖാഫ്, പറഞ്ഞോ, തോ, ബ, ജീം, ദാൽ, ഖുതുബ് ജദ്. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ സുക്കൂനെ അമർത്തണം. ഇവിടെ ത്വായിന് സുക്കൂൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നിയമം എങ്ങനെ പറയാ? ത്വാ സുക്കൂൻ കൽക്കല, സുക്കൂനിനെ അമർത്തി ഉച്ചരിക്കണം. ത്വാ സുക്കൂൻ കൽക്കല, സുക്കൂനെ അമർത്തി ഉച്ചരിക്കണം. അപ്പം വറബത്ത്, ബത്ത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നിയമം ഏതാണ്? നൂനിന് ഫതഹും ശേഷം അലിഫും വന്നിട്ടുണ്ട്, ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട് അല്ലേ? എങ്ങനെ നിയമം പറയാ? നൂൻ ഹർഫ് മദ്, ഫതഹിന് ശേഷം അലിഫ് വന്നിരിക്കുന്നു, ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം, ന. ഓക്കെ. വറബത്ന. അടുത്തത് അലാ ഖുലൂബിഹിം. ഈ അലാ ഖുലൂബിഹിമിൽ മൊത്തത്തിൽ എത്ര നിയമം ഉണ്ടാവും? 3-ാമത്തെ നിയമം ഏതാണ്? അത് നമ്മൾ അടുത്ത വാക്കും കൂടി ചേർക്കുമ്പോഴല്ലേ വരിക. 2 നിയമം. ഒന്നാമത്തെ നിയമം ഇതാ അലാ ഖുലൂബിഹിമിൽ അല, ലാമിന് എന്ത് വന്നിട്ടുണ്ട്? ഹുറൂഫുൽ മദ് വന്നിട്ട്, ഹർഫുൽ മദ് വന്നിട്ടുണ്ട്. ലാം ഹർഫ് മദ്, ഫതഹിന് ശേഷം അലിഫ് വന്നിരിക്കുന്നു, ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം, ലാ. ഖുലൂബിഹിമിൽ ലാമിന് ദമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നിട്ടുണ്ട്, ഹുറൂഫുൽ മദ് തന്നെ. അവിടെ ഇതേപോലെ തന്നെ ലാം ഹർഫ് മദ്, ദമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നിരിക്കുന്നു, ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. ഓക്കെ. അപ്പം ഇങ്ങനെ ഖുലൂ. ഇനി അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട നിയമം ഖുലൂബിഹിം ഇദ്. ഖുലൂബിഹിം ഇദ്. ഇവിടെ എന്താ ഏതാ നിയമം ഉള്ളത്? സാക്കിനായ മീമിന് നിയമമുണ്ട്. ഏത് നിയമമാണ് ഉള്ളത്? ഇൽഹാർ ഷഫവി, സിമ്പിൾ നിയമം. എന്തുകൊണ്ടാണ് ഇൽഹാർ ഷഫവി ആയത് അബ്ദുള്ള സാഹിബ്? ഒഴിച്ചുള്ള എല്ലാ അക്ഷരം, ഏത് അക്ഷരം വന്നാലും സാക്കിനായ മീമിന് ശേഷം വന്നാലും ഇൽഹാർ ഷഫവിയാണ്. എന്താ ചെയ്യേണ്ടത് അപ്പം? മണിക്കാതെ വ്യക്തമാക്കിയോ? മണിക്കാതെ വ്യക്തമാക്കണം. അപ്പം ഇങ്ങനെ ഖുലൂബിഹിം ഇദ്. പിന്നെ ദാൽ സുക്കൂൻ കൽക്കലയില്ലേ? ഇദ്. പിന്നെ ദാൽ വരുമ്പോൾ ഖാഫിന് ഹുറൂഫുൽ മദ്. അവിടെ ഇല്ല. ദാലിന് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ കൽക്കലയില്ല? ഇല്ല. ഖുതുബ് ജദ് എന്താണ്? ദാലാണ് അല്ലേ? എന്നാലേ ഉള്ളൂ. ഓക്കെ. ഇനി ഇത് ഖാമു. ഖാമു എന്ന വാക്കിൽ എത്ര നിയമമുണ്ട്? 2 എണ്ണം. 2ഉം ഹുറൂഫുൽ മദ് തന്നെയാണ്. ഒന്ന് ഖാഫിന് ഫതഹും ശേഷം അലിഫ്, പിന്നെ മീമിന് ദമ്മ് ശേഷം സുക്കൂനുള്ള വാവ്. ഓക്കെ. 2 സ്ഥലത്ത് ഓരോരോ അലിഫ് വെച്ചാണ് നീട്ടേണ്ടത്. അടുത്തത് ഫഖാലു. അവിടെ എത്ര നിയമമുണ്ട്? ഫഖാലു. അവിടെയും നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ. 2 ഹുറൂഫുൽ മദ്, ഒന്ന് ഫതഹിന് ശേഷം അലിഫും പിന്നെ ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവും, ലാമിന് ഓരോരോ അലിഫ് വെച്ച് നീട്ടുക. ഇദ് ഖാമു ഫഖാലു വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു. ഇനി റബ്ബുന. റബ്ബുനയിൽ എത്ര നിയമമുണ്ട്? 1 നിയമോ? രണ്ടാമത്തെ നിയമം ഏതാ? ഉണ്ട്. കൽക്കല ചെയ്യണം. പിന്നെ അമർത്തി. കൽക്കല വരുമ്പോൾ അമർത്തല്, കൽക്കല ദമ്മ് വരുമ്പോഴാണോ? ഓക്കെ. കട്ടി കൂട്ടണം ശുദ്ധ വരുമ്പം. ഓക്കെ. 2 നിയമം. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ നിയമം ഏതാ? റായിന് ഫതഹ വന്നതിനാൽ റായിനെ ഖനപ്പിക്കണം. പിന്നെ നൂനിന് നൂൻ ഹർഫ് മദ്, ഫതഹിന് ശേഷം അലിഫ് വന്നിരിക്കുന്നു, ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം, ന. സലാം. താമസിച്ച ആൾക്കാരെ പുറത്ത് നിർത്തണം നമുക്ക് കുറച്ച്. അത് നടക്കത്തില്ല കേട്ടോ. സമയം കുറേ ആയല്ലോ.
15 മിനിറ്റ് ഞാൻ വയ്യ, കുഴപ്പമില്ല. ഓക്കെ, റബ്ബുന വരെ എത്തിയില്ലേ. അടുത്തത് റബ്ബുസ്സമാവാത്തി. റബ്ബുസ്സമാവാത്തി എന്നുള്ളത് എത്ര നിയമമുണ്ട്? 3 നിയമം. റായിനെ കനപ്പിക്കേണ്ട. റബ്ബു എന്ന് പറയുമ്പോൾ റായിന് ഫതഹ് വന്നിട്ടുണ്ട്. പിന്നെ സമാവാത്തി എന്നിടത്ത് മീമിനും വാവിനും ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഞാൻ ഹുറൂഫുൽ മദ്ദൊക്കെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നുള്ളൂ, അറിയാലോ എൻ്റെ ശൈലി. അപ്പോൾ ആ വരി നമുക്ക് നോക്കി നോക്കിയാലോ. وَرَبَطْنَا عَلَى قُلُوبِهِمْ إِذْ قَامُوا فَقَالُوا رَبُّنَا رَبُّ السَّمَاوَاتِ. നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? സമാവാത്ത്, തായിന് സുക്കൂൻ കൊടുത്ത് നിർത്തണം. അപ്പം നമ്മൾ ശ്രദ്ധിച്ചോ, റബ്ബുസ് സമാവാത്ത് നിർത്തുമ്പം സമാവാത്ത് ഒരു അലിഫല്ല നീട്ടിയത്. എത്ര അലിഫ് നീട്ടി? സമാവാത്ത് കുറച്ചധികം നീട്ടി. എന്തുകൊണ്ടാണ് നീട്ടിയത്? ഹുറൂഫുൽ മദിന് ശേഷം സുക്കൂൻ വരുന്നുണ്ട് അവിടെ അല്ലേ. സംഭവം മനസ്സിലായോ? എഴുതി കാണിക്കണോ? സമാവാത്തി എന്നായിരുന്നല്ലോ. നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് മാറ്റിയിട്ട് സുക്കൂൻ കൊടുക്കുന്നു. ഇവിടെ നോക്കിയ വാവിന് എന്ത് വന്നിട്ടുണ്ട്? ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്. ഫതഹിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്. ഹുറൂഫുൽ മദിന് ശേഷം മൂന്നാലൊരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടണം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ നോക്കിയ ഹുറൂഫുൽ മദിന് ശേഷം നിർത്തുന്നതിൻ്റെ പേരിൽ എന്ത് വന്നിട്ടുണ്ട്? സുക്കൂൻ വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? സംഭവം മനസ്സിലായോ? അബ്ദുള്ള സാഹിബ് മനസ്സിലായോ? സമാവാത്തി എന്നായിരുന്നില്ലേ? വഖഫിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു? സുക്കൂൻ കൊടുത്തു. ഈ സുക്കൂൻ എവിടെ വന്നിരിക്കുന്നത്? ഹുറൂഫുൽ മദിന് ശേഷം വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറയുന്നുണ്ട് ഹുറൂഫുൽ മദിന് ശേഷം ഹംസ, സുക്കൂന്, ഷദ് ഇതിലേതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അലിഫ് നീട്ടിയാൽ പോരാ, കുറച്ചധികം നീട്ടണം എന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ അതാ സംഭവിച്ചിരിക്കുന്നത്. ഹുറൂഫുൽ മദിന് ശേഷം സുക്കൂൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? സമാവാത്ത് എന്നൊരു അലിഫ് മാത്രം നിർത്തിയാൽ പോരാ, സമാവാത്ത്. പക്ഷേ ഇത് നമ്മൾ ചേർത്തോതുമ്പം ആ മദ് ഇവിടെ വരുമോ? ചേർത്തോതുമ്പോൾ പിന്നെ ഈ സുക്കൂനില്ല, കസറാവുന്നതുകൊണ്ട് ഒരു അലിഫ് നീട്ടിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത വാക്കിലൊരു പ്രധാനപ്പെട്ട നിയമമുണ്ട്. ആ നിയമം നമ്മൾ മുമ്പ് പറഞ്ഞ നിയമമാണ്. റബ്ബുസ് സമാവാത്തി. അടുത്ത വാക്ക് ഏതാ? വൽ അർദി. ഇവിടെ റായിന് നിയമം എന്താണെന്ന് ആർക്കാ പറയാൻ പറ്റുക? നമ്മൾ പ്രത്യേകം എഴുതിപ്പിച്ചതാണ്. നമ്മൾ റമദാനും മുമ്പുള്ള ക്ലാസ്സിൽ ലാസ്റ്റ് എഴുതിപ്പിച്ചതായിരുന്നു ആ നോട്ട്. റായിനെ കനപ്പിക്കേണ്ട രണ്ടാമത്തെ സ്ഥലം ഏതാ? സുക്കൂനുള്ള റായിനും മുമ്പ് ഫതഹോ ദമ്മ വന്നാൽ. സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹോ ദമ്മ വന്നാൽ എന്ത് ചെയ്യണം? റായിനെ കനപ്പിക്കണം. നമ്മൾ പറഞ്ഞ ഒരു ഉദാഹരണമായിരുന്നു ഖുർആൻ, മറിയമ എന്നൊക്കെ നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നത്. അതേ വിഷയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. റായിന് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ തൊട്ട് മുമ്പിലേക്ക് നോക്കണം. ആദ്യത്തെ നിയമം എന്തായിരുന്നു? റായിന് ഫതഹ്, ഇരട്ട ഫതഹ്, ലമ്മ്, ഇരട്ട ലമ്മ് വന്നു കഴിഞ്ഞാൽ റായിനെ കനപ്പിക്കണമെന്നാണ്. ഇവിടെയൊക്കെ റായിന് ഹർക്കത്ത് വരുന്നുണ്ട്. റായിന് ഹർക്കത്താണ് വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. റായിന് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ തൊട്ട് മുന്നിലേക്ക് നോക്കണം. ഇനി അടുത്ത വേറെ നിയമം പഠിക്കാനുണ്ട്. തൊട്ട് മുമ്പത്തെ അക്ഷരം സുക്കൂനായ പിന്നെ എന്ത് ചെയ്യണം? അതിന് മുമ്പത്തേക്ക് നോക്കണം. അത് എത്തിയിട്ടില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നിയമം എന്താണ്? സുക്കൂനുള്ള ഈ നിയമം എല്ലാവരും എഴുതിയിട്ടുണ്ടോ? നോട്ട് എഴുതാത്ത ആൾക്കാരുണ്ടെങ്കിൽ നോട്ട് എഴുതിക്കൊണ്ടെന്ന് പറയാം അല്ലേ. സുക്കൂനുള്ള റായിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ദമ്മ വന്നാൽ റായിനെ കനപ്പിക്കണം. എന്തായി ഇല്യാ സാഹിബ് എഴുതിയിട്ടുണ്ടോ അതിന്? ഇതിൽ അതിന് ലഘുവാക്കണം. ഇതിന് മുമ്പുള്ള ഇതാണ് റായിനെ കനപ്പിക്കേണ്ട രണ്ടാമത്തെ സ്ഥലം. സുക്കൂണ റായിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ദമ്മ. അപ്പോൾ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതാനുണ്ട്. എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? സുക്കൂണ റായിന് മുമ്പ് കസ്റ വന്നു. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നമ്മളെങ്ങനെ നിയമം എങ്ങനെ പറയാം? സുക്കൂണ റായിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹായതിനാൽ റായിനെ കനപ്പിച്ച് ഉച്ചരിക്കണം. വൽ അർദി അല്ലേ? വൽ അർദി. ലഘുവാക്കി ഉച്ചരിക്കുന്നെങ്കിൽ എങ്ങനെ ഇവിടെ ഓതുക? വൽ അർദി. അങ്ങനെ എന്തായാലും ഓതത്തില്ല ആരും. ഇനി അടുത്ത നിയമം ലൻ നദ്ഉവ. ലൻ നദ്ഉവ. ഇവിടെ എന്താ എത്ര നിയമമുണ്ട്? 2 നിയമം അല്ലേ?
ഏതൊക്കെ നിയമമാണല്ലോ? ഒന്നാമത്തെ നിയമം ഏതാ? സാക്കിനായ നൂൻ ശേഷം എന്ത് വന്നിട്ടുണ്ട്? നൂൻ. ഏതാ നിയമം എന്ന് അറിയാവുന്ന ആൾക്കാർ കൈ വയ്ക്കുക നോക്കട്ടെ, എന്നിട്ട് ഞാൻ ചോദിക്കാം. സാക്കിനായ നൂന് ശേഷം നൂൻ വന്നു കഴിഞ്ഞാൽ നിയമത്തിന് പേര് പറയണ്ട, അറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ മതി, അറിയുന്നില്ല എന്നുള്ളത്. ഏതാ? ഇദ്ഗാമും ബിഗുന്ന. എത്ര ഇദ്ഗാമുന്നൊക്കെ എത്ര അക്ഷരമുണ്ട്? എത്ര അക്ഷരമുണ്ട്? 5 4. ഇദ്ഗാം ബിഗുന്ന വന്നാൽ എന്താ ചെയ്യുക? മണിച്ച് കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ ഇവിടെ സാക്കിനായ നൂന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട നൂന് വന്നിട്ടുണ്ട്. ആ 4 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? യാ, വാവ്, മീം, നൂൻ. നൗമി അല്ലെങ്കിൽ യൗമുൻ. ഇവിടെ എങ്ങനെ നിയമം പറയാ? നൂൻ ആദ്യം നിയമത്തിന് പറയാം. നൂൻ സാക്കിൻ ഇദ്ഗാമും ബിഗുന്ന. സാക്കിനായ നൂൻ ശേഷം ഇദ്ഗാമും ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട നൂൻ വന്നതിനാൽ സാക്കിനായ നൂനിനെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ലന്ന. അവനിപ്പോൾ നമുക്ക് നൂന് ശബ്ദമൊന്നും മണിക്കാന്ന് പറയണ്ടേ? ഇദ്ഗാം ബിഗുന്നയുടെ നിയമം പറയുന്ന സ്ഥലങ്ങളിൽ പിന്നെ എന്ത് പറയില്ല? നൂന് ശബ്ദം ഒന്നും മണിക്കണമെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു നിയമം കഴിഞ്ഞു. അടുത്തത് ലന്നത്. ദ് എന്ന് പറയുമ്പോൾ ദാലിന് എന്ത് വന്നിട്ടുണ്ട്? സുക്കൂൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ നിയമം പറയാ? ദാൽ സുക്കൂൻ കൽക്കല, സുക്കൂനിനെ അമർത്തി ഉച്ചരിക്കണം. ലന്നത്. ഓക്കെ. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ലന്നത് വാവിന് ഫതഹ ശേഷം അലിഫ് വന്നിട്ടുണ്ട് അല്ലേ? ആ അലിഫിന് മുകളിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു 0 ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? അത് എന്തിനാണ് കൊടുക്കുന്നത്? അത് ഉച്ചാരണത്തിലില്ല എന്നറിയിക്കാനാണ്. സാധാരണഗതിയിൽ ഫതഹ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫതഹിന് ശേഷം അലിഫ് വന്നു കഴിഞ്ഞാൽ ഒരു അലിഫ് നീട്ടിയല്ലേ നമ്മൾ ഓതാറുള്ളത്. ഇവിടെ ഓതുമ്പോൾ എങ്ങനെ ഓതേണ്ടത്? ലന്നദ്ഉ വമിൻ ദൂനിഹി. വാ മിൻ ദൂനിഹി എന്നില്ല. വാവിനെ അവിടെ നീട്ടാൻ പാടില്ല. വിഷയം മനസ്സിലായോ? വാവിന് ഫതഹിന് ശേഷം അലിഫും വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നീട്ടേണ്ടതാണ്, പക്ഷെ ഇവിടെ നീട്ടൂല. അങ്ങനെ നീട്ടരുതെന്ന് അറിയിക്കാനാണ് ആ അലിഫിന് മുകളിൽ എന്തിട്ടിരിക്കുന്നത്? ആ 0 ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? കണ്ടിട്ട് അതെനിക്ക് ഇല്ല, അതില്ല, കാരണം എനിക്കറിയില്ല. അത് സംഭവം നദ്ഉവ എന്നുള്ളത് ജംഇൻ്റെ രൂപമാണ് അവസാനത്തെ. അവിടെ നീട്ടലില്ല സാധാരണ അല്ലേ? ദഅ യദ്ഉ. ലൻ നദ്ഉ. അത് അതിൻ്റെ ഹംസ വസ്ലിൻ്റെ ഹംസ ആയതുകൊണ്ടാണ്. ഇവിടെ ലൻ നദ്ഉവ അവിടെ അലിഫ് ഇട്ട് കൊടുക്കുന്നതിനാണ്. അത് സാധാരണ ആ രൂപത്തിൽ ഇട്ട് കൊടുക്കലില്ല. എന്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുള്ളത് അറിയില്ല. ഓക്കെ. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യരുത്? നീട്ടരുത്. ലൻ നദ്ഉ വമിൻ ദൂനിഹിയാണ്. നാട്ടിലത്തെ ഖുർആനിൽ എങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എനിക്കറിയില്ല. അലിഫ് ഇട്ട് കൊടുത്തൊന്നും എനിക്കറിയില്ല. ഇനി മിൻ ദൂനിഹി. മിൻ ദൂനിഹിയിൽ എത്ര നിയമമുണ്ട്? മിൻ ദൂനിഹി അവിടം വരെ, അതിന് അപ്പുറത്തേക്ക് പോകണ്ട. മിൻ ദൂനിഹി വരെ സാക്കിനായ നൂൻ്റെ നിയമമുണ്ട്. സാക്കിനായ നൂൻ്റെ ഏത് നിയമം അവിടെ ഉള്ളത്? ഇഖ്ഫ ആണെന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ടോ? ഏതാ നിയമം? മിൻ ദൂനിഹിയിൽ സാക്കിനായ നൂന് ശേഷം ദാല് വന്നാൽ ഇഖ്ഫാനാണോ? ഉറപ്പിക്കാല്ലേ? എത്ര അക്ഷരങ്ങൾ ഇഖ്ഫാനുള്ള? ഞാനൊന്ന് നോക്കട്ടെ, വേറെ അഭിപ്രായങ്ങളുണ്ടോ നോക്കാമല്ലോ. സാക്കിനായ നൂന് ശേഷം എത്ര അക്ഷരങ്ങളാണ് ഇഖ്ഫാനുള്ളത്? 14. ഒന്ന് കുറച്ചതാരാ? 15 അക്ഷരമില്ലേ? 15 അക്ഷരം ഉറപ്പിക്കാല്ലേ? നോക്കിയോ? നോട്ടെത്തിയോ? 15 അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെ അക്ഷരങ്ങളാ? ത, സ, ജീം. കാണാൻ പറയാൻ പറ്റുമോ? ശരി, പ്രയാസ. എല്ലാ നിയമങ്ങളും മനസ്സിലുള്ള ആൾക്ക് സുഖമാണ്. കാരണം എന്താ? മറ്റേ അക്ഷരങ്ങൾ ഒഴിവാക്കിയാൽ മതി. ബായിനെ എന്തുകൊണ്ട് ഒഴിവാക്കി? ഇഖ്ലാബിലുണ്ട്. അതുണ്ടായാൽ മതി. ആദ്യത്തെ അക്ഷരം ബായാണ്, അതെന്തുകൊണ്ട് ഒഴിവാക്കി ബായിനെ? അതാ ഏറ്റവും നല്ലത് എന്താണ്? കുറഞ്ഞത് പഠിക്കുക. 15 അക്ഷരങ്ങൾ അത് പഠിക്കുന്നതിനേക്കാളും നല്ല എന്ത് ചെയ്യുക? കുറഞ്ഞ അക്ഷരങ്ങളുടെ നിയമങ്ങൾ പഠിക്കുക. ബാക്കി വരുന്ന അക്ഷരങ്ങളൊക്കെ ഇതിലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ബായിന് എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? അലിഫ് എന്തായാലും നമ്മൾ ഒഴിവാക്കും, അലിഫ് ഒന്നിലും പെടുന്നില്ല. ബായിന് എന്തുകൊണ്ട് ഒഴിവാക്കി? ബായ് ഏത് നിയമത്തിലാണ് ഉള്ളത്?
ഇഖ്ലാബിലുണ്ട്. താ എവിടെയുള്ളതാ? സാദാ താ എവിടെയുള്ളതാ? അത് ഇഖ്ഫായിൽപ്പെട്ടു. സായും ഇഖ്ഫായിൽപ്പെട്ടു. ജീം അതും ഇഖ്ഫായിലുണ്ട്. ഹ ഇല്ല. എന്തുകൊണ്ടില്ല? എവിടെയുള്ളത്? ഹ ഇൽഹാറിലുണ്ട്. ഖായും ഇൽഹാറിലുണ്ട്. പിന്നെ അടുത്ത ദാല് അതെവിടെയും പെടാത്തതുകൊണ്ട് ഇഖ്ഫായിലുണ്ട്. ദാലും ഇഖ്ഫായിലുണ്ട്. റാ ഇഖ്ഫായിലില്ല. എന്തുകൊണ്ടില്ല? അതെവിടെ വന്നിട്ടുള്ളത്? അപ്പോൾ പറ. ബിലാഗുനിലാണ് റാ ഉള്ളത്. ഇങ്ങനെ എന്ത് ചെയ്താൽ മതി? ചെറിയ നിയമങ്ങൾ എന്ത് ചെയ്യുക? അക്ഷരങ്ങൾ നല്ലപോലെ ഹാട്ടാക്കിയാൽ പിന്നെ നമുക്ക് ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ പറയുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. എപ്പോഴും അത് ഓർഡറായിട്ട് സ്പീഡിൽ പറയാൻ പഠിച്ചു വെച്ച സുഖമാണ്. താ സ ജീം ദാൽ ദാൽ സ സീൻ ഷീൻ എവിടെയൊക്കെ വിടണം എന്നുള്ളത് നമുക്ക് മൈൻഡിൽ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പം 15 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ് ദാല്. അതുകൊണ്ട് ഇഖ്ഫാ വന്ന സാക്കിനായ നൂനിനെ എന്താ ചെയ്യൽ? മീമാക്കി മറിച്ച് മണിക്കണ്ടേ? മണിക്കാതെ ഇഖ്ഫായിലോ മണിക്കണ്ടേ? ഇഖ്ഫായിൽ മറച്ച് മണിക്കണം. മറിച്ചല്ല, മറച്ച് മണിക്കണം. ഓക്കെ, എന്തുകൊണ്ടവിടെ നമ്മൾ മറച്ച് മണിക്കണം എന്ന് പറയാനുള്ള എന്താ? ഇവിടെ നൂനിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണമായിട്ടും ഉച്ചരിക്കാതെ ഒന്ന് മറച്ച് പിടിക്കുന്നുണ്ട്. മിൻ ദുനിഹി എന്നാണോ പറയുക? അല്ല, മിൻ ദുനിഹി അല്ലേ? അപ്പോൾ ഞാൻ നിയമം പറയാം. നൂൻ സാക്കിൻ പറഞ്ഞോളൂ. നൂൻ സാക്കിൻ ഇൽഹാർ. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ നിയമം. നൂൻ സാക്കിൻ ഇഖ്ഫ. സാക്കിനായ നൂൻ ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ദാൽ വന്നതിനാൽ സാക്കിനായ നൂനിനെ മറച്ച് മണിച്ചോദനം. അപ്പം ദു. ഇനി ദു എന്ന് പറയുമ്പം അവിടെ എന്ത് വന്നിട്ടുണ്ട്? ദു ലമ്മിന് ശേഷം സുക്കൂണുള്ള വാവ് വന്നിട്ടുണ്ട്. ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്. ആണല്ലേ? അത് നല്ലതാ. കാരണം എനിക്ക് ഇനി അതേ സമയത്ത് ലീവ് എടുക്കണമെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ലീവ് നാട്ടിലൊക്കെ പോകേണ്ടി വന്നാൽ ഇവിടെ ആൾ വേണമല്ലോ. ഇൻഷാ അല്ലാ. ഓക്കെ, അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് നമ്മൾ ജോലി പോകുന്നതിന് പേടിയില്ല. എനിക്ക് ധൈര്യത്തോടെ പറയാലോ, അതാ നമ്മുടെ ശിഷ്യന്മാർ ക്ലാസ് എടുക്കും. അപ്പോൾ ദു എന്നിടത്ത് എന്തുണ്ട്? ഹുറൂഫുൽ മദ് ഉണ്ട്. ദാൽ ഹർഫ് മദ്. ഏത് ഹർഫ് മദ്ദാ വന്നിരിക്കുന്നത്? കസറിന് ശേഷം സുക്കൂണുള്ള യാ ആണോ? ലമ്മിന് ശേഷം സുക്കൂണുള്ള വാവ് വന്നിരിക്കുന്നു. ഒരലിഫിൻ്റെ അളവ് നീട്ടണം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക. ദൂനിഹി ഇലാഹൻ. ദൂനിഹി ഇലാഹൻ. നമുക്ക് ഹല്ല് ചെയ്യാം. അവിടെ നോക്കിയേ, മിൻ ദൂനിഹി എന്ന് പറയുമ്പോൾ അവിടെ ഹീൽ എന്തുണ്ട്? ഹായിന് എന്തുണ്ട്? ഹർഫ് മദ് ഉണ്ട്. ഏത് ഹർഫ് മദ്ദാണ് ഉള്ളത്? കസറിന് ശേഷം സുക്കൂണുള്ള യാ എന്നുള്ള ഹുറൂഫുൽ മദ്ദാണ് ഉള്ളത്. പക്ഷേ അതിന് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് എന്താ? ഹംസ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാൽ പിന്നെ ഒരു അലിഫ് നീട്ടിയാൽ പോരാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറച്ചധികം നീട്ടുന്നത്. എങ്ങനെ? മിൻ ദൂനിഹി ഇലാഹൻ. അത് കസറിനോട് ചേർത്ത് വന്നുകൊണ്ടാണ്. കസറിന് ശേഷമാണല്ലോ വന്നിരിക്കുന്നത്. ഇവിടെ കസറിന് ശേഷം ഹുറൂഫുൽ മദ് ഏതാ വന്നിരിക്കുന്നത്? കസറിന് ശേഷമാണല്ലോ സുക്കൂണുള്ള യാ അല്ലേ? മദ് വന്നിരിക്കുന്ന മുകളിൽ തന്നെയല്ലേ വന്നിരിക്കുന്നത്? അവിടെ താഴത്ത് വന്നിരിക്കുന്നത്. അല്ലാ, നിങ്ങൾക്ക് കന്നഡ വെച്ചിട്ടും പരാതിയാണല്ലോ. എങ്ങനെ മണിക്കണം? നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായില്ല. എഴുതാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒതിരുന്ന് പഠിപ്പിക്കാനുള്ള ക്ലാസ്സല്ലേ നമ്മളത്. മിൻ ദൂനിഹിയാണ്. മിൻ ദൂനിഹി അല്ല. നൂനിനെ വ്യക്തമാക്കരുത്. അതാണ് ഇഖ്ഫ എന്ന് പറയാൻ കാരണം. നൂനിൻ്റെ സൗണ്ടിൽ ഉച്ചരിക്കരുത്. മിൻ ദൂനിഹി എന്നാവരുത്. മിൻ ദൂനിഹി. നിയമങ്ങൾ പാലിക്കണം. ഞാൻ ക്ലാസ് മുമ്പ് സൂചിപ്പിച്ചിരുന്നു.
ശ്വാസം പോവോ? ആ ഖുർആനിലേക്ക് ശരി. ഓക്കെ, അപ്പോൾ ഇവിടെ നിയമം മനസ്സിലായല്ലോ അല്ലേ? ഒന്നിലധികം അലിഫ് നീട്ടാനുള്ള കാരണം മനസ്സിലായില്ലേ? ദൂനിഹി. നമ്മൾ ഖുർആൻ ഓതുന്നതിന് 3 ശൈലിയാണ് ഉള്ളത്: തർത്തീൽ, തദ്വീർ, ഹദ്ർ. അത് പെട്ടെന്ന് മനസ്സിലായാൽ നമ്മൾ പറയണത് എന്താണ്? തർത്തീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊക്കെ ഓതൂലേ, എന്ത് വളരെ സാവധാനം, അതാണ് ഒരു ശൈലി. രണ്ടാമത്തെ ശൈലി തദ്വീർ, നമ്മൾ സാധാരണ നിസ്കാരങ്ങളിൽ ഓതുന്ന ആ സ്പീഡ്. പിന്നീട് ഹദ്ർ, കുറച്ചും കൂടി സ്പീഡ്, അതായത് നമ്മൾ തറാവീഹ് നിസ്കാരത്തിലേക്ക് ആ ശൈലിയെ സ്വീകരിക്കുക. ഏത് ശൈലി സ്വീകരിച്ചാലും തജ്വീദ് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് മസ്റ്റാണ്. പക്ഷേ ഉദാഹരണത്തിന് വളരെ സാവധാനം തർത്തീലോട് കൂടി ഓതുന്ന ആൾ ഇപ്പം 3 അലിഫ് നീട്ടുന്നതും സ്പീഡിൽ ഓതുന്ന ആൾ 3 അലിഫ് നീട്ടുന്നതിൻ്റെയും നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസം തോന്നും ആ ഓത്തിൻ്റെ സ്പീഡ് അനുസരിച്ച്. പക്ഷെ അവർ 3 അലിഫ് നീട്ടുന്നുണ്ട്, അങ്ങനെ നീട്ടി ഓതാവൂ, അല്ലാതെ ചുരുക്കിയിട്ട് ഓതാനുള്ള അനുവാദമില്ല. അതിൻ്റെ ദൈർഘ്യം കുറയും, പക്ഷേ അയാളുടെ സ്പീഡ് അനുസരിച്ച് അത് 3 അലിഫ്, അയാൾ 2 അലിഫ് 3 അലിഫ് നീട്ടുന്നുണ്ടാകും. പക്ഷെ ചുരുക്കി പറഞ്ഞു വെച്ചാൽ ഏത് സ്പീഡിലാണ് ഓതുന്നതെങ്കിലും തജ്വീദ് നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില മദ്ദുകളിൽ ഇളവുണ്ട്. ഉദാഹരണത്തിന് മദ് മുൻഫസിലാവുമ്പം അവിടെ യഥാർത്ഥത്തിൽ 2 അലിഫ് 3 അലിഫൊക്കെ നീട്ടേണ്ട സ്ഥലത്ത് 1 അലിഫ് നീട്ടിയാലും മതി. പക്ഷേ ആ 1 അലിഫ് എല്ലായിടത്തും പിന്നെ ആ മദ് മുൻഫസ് ചെയ്യുമ്പോൾ അങ്ങനെ ചില നിയമങ്ങളുണ്ട്, ചില ഇളവുകളുള്ള നിയമങ്ങളുണ്ട്. അതല്ലാത്തടത്തോളം എന്ത് ചെയ്യണം? നിയമങ്ങൾ ഫുള്ള് പാലിച്ചിട്ടാണ് ഓതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് സംശയം ഉണ്ടോ? ഇലാഹൻ എന്നുള്ളിടത്ത് ശേഷമുള്ള വാക്കിനോട് ചേർക്കാതെ ഏതെങ്കിലും നിയമമുണ്ടോ? ഇലാഹൻ ഒറ്റ നിയമമുള്ളത് മദ് മുൻഫസിലിൻ്റെ. ലാം ഹർഫ് മദ് എന്ത്? അത് വഖഫ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വഖഫിൻ്റെ സ്ഥലം എത്തിയിട്ടില്ല. എവിടെയോ? അവിടെ ഏത് ചിഹ്നമാണ് ഉള്ളത്? സ്വാദ് ലാമിൽ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? നിർത്തും ചെയ്യാൻ നിർത്താതിരിക്കുകയും ചെയ്യും. ഏത് ശീല നല്ലത്? നിർത്തുന്നല്ല നല്ലത്, നിർത്താതിരിക്കലാണ് നല്ലത്. ഓക്കെ, നിർത്തണോ? അല്ല, ഓക്കെ. അപ്പോൾ ഇലാഹൻ, ലാം ഹർഫ് മദ്, ഫതഹിന് ശേഷം അലിഫ് വന്നിരിക്കുന്നു, 1 അലിഫിൻ്റെ അളവ് നീട്ടണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട നിയമം, ഹാഇന് എന്താ ഹർക്കത്ത് വന്നിരിക്കുന്നത്? ഇരട്ട ഫതഹാണ് വന്നിരിക്കുന്നത്. ഹർക്കത്തിൻ്റെ പേര് ഇരട്ട ഫതഹ്, തൻവീനിൽപ്പെട്ട ഒരു സാധനമാണ്. തൻവീനിന് ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? അലിഫോ ലാം. അപ്പോൾ അലിഫോ? ഇലാഹൻ എന്ന് പറയുമ്പോൾ ഹായിന് ശേഷം അലിഫ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പരിഗണിക്കണ്ടേ? നമ്മൾ തൻവീന് ശേഷം അലിഫ് വന്ന നിയമം അല്ലേ? ഞാൻ ചോദിക്കുന്നതല്ല. ഇരട്ട ഫതഹ് തൻവീൻ വന്നു കഴിഞ്ഞാൽ അവിടെ 5 നിയമത്തിൽപ്പെട്ട നിയമം ഉണ്ടാവില്ലേ? തൻവീന് ശേഷം അലിഫ് വന്നില്ല, ഏതാ നിയമം? നീട്ടി നിർത്തണം. അത് വഖഫോട് ബന്ധപ്പെട്ട നിയമമല്ലേ? ഞാൻ ചോദിക്കുന്നത് അതല്ല. സാക്കിന നൂനിൻ്റെ തൻവീനും നിയമങ്ങളില്ല, അതിനകത്ത് നീട്ടി നിർത്തണം അവിടെ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഇലാഹൻ ഹായിൻ എന്ത് വന്നിട്ടുണ്ട്? തൻവീൻ വന്നിട്ടുണ്ട്. സാക്കിനായ നൂനിൻ്റെ തൻവീനും നിയമങ്ങൾ എത്ര ഉണ്ട്? 5 നിയമങ്ങളില്ലേ? ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന. ഇവിടെ തൻവീന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്. ആ അലിഫ് ഏതിൽ പെടുന്നതാണ്? അതാണ് സംഭവ വിഷയം. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇരട്ട ഫതഹ് വരുന്നിടത്ത് ഒരു വലിയ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. ഇരട്ട ഫതഹിൻ്റെ കൂട്ടത്തിൽ ഒരു അലിഫ് എക്സ്ട്രാ എപ്പോഴും ഇടാറുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്ത് ഉടക്കി നിൽക്കരുത്. ഇവിടെ യഥാർത്ഥത്തിൽ തൻവീനിന് ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? ലാമാണ് വന്നെന്നാണ് പറയേണ്ടത്, അലിഫ് വന്നെന്ന് പറയരുത്. ആരോ ഇടയിൽ അലിഫ് എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ആ അലിഫിനെ പരിഗണിക്കണമെന്ന അലിഫല്ല അത്. ആ തൻവീൻ നല്ലതാ, ഇടക്ക് വരുന്നത് നല്ലതാണ്, നമുക്കിങ്ങനെ ശ്രദ്ധ കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, ആ അലിഫിനെ നമ്മൾ നോക്കുകയില്ല. ആ അലിഫ് എന്തിനു വേണ്ടി വന്നാണ്? തൻവീനിൻ്റെ ശേഷം ഇരട്ടഫത്തഹ്. തൻവീനിൽ എല്ലാ തൻവീനിലും ഇല്ല, ഇരട്ടഫത്തഹിൽ മാത്രമേ ആ അലിഫ് എക്സ്ട്രാ വരുള്ളൂ. ഇരട്ട കസറിലും ഇരട്ട തമ്മിലൊന്നും വരില്ല. അപ്പോൾ ആ അലിഫിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ബഹുമാനത്തോടുകൂടി നിർത്തിയിട്ട് അടുത്തതിലേക്ക് നോക്കുക. അടുത്ത അക്ഷരം ഏതാ? ലാമാണ്.
തൻവീന് ശേഷം ലാമു വന്നു കഴിഞ്ഞാൽ ഏതാ നിയമം? ബിലാഗുന്ന. എത്ര അക്ഷരങ്ങളാണ് ഉള്ളത്? 3 അക്ഷരമില്ലേ? ലാമു റാവും. ഓക്കെ, ഇതാം ബിലാഗുന്ന വന്നാൽ എന്താ ചെയ്യുക? ഇതാം ബിഗുന്ന വന്നാൽ മണിച്ച് കൂട്ടിച്ചേർക്കാൻ നേരത്തെ പറഞ്ഞു. ഇതാം ബിലാഗുന്നയാണെങ്കിൽ മണിക്കാതെ കൂട്ടിച്ചേർക്കുക. അപ്പം എങ്ങനെയാ ഈ അള്ളാഹു അവിടെ മണിക്കണ്ട? ഹല്ല, അത്രേ ഉള്ളൂ. ഹല്ല ഇല്ല. ഷെദ് വന്ന് എന്ത് ചെയ്താൽ മതി? 15 അക്ഷരങ്ങളുടെ സ്ഥാനത്താണോ ഷെദ്? 2 അക്ഷരങ്ങളുടെ സ്ഥാനത്തല്ലേ? അപ്പം ഹല്ല എന്ന് പറഞ്ഞാൽ മതി. ഹല്ല എന്ന് എന്ത് ചെയ്യരുത്? പറയരുത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, ഇദ്ഗാം ബിലാഗുന്നയിൽ ഒരു കാര്യം എന്താ? സാക്കിനായ നൂനിൻ്റെയും തൻബീൻ്റെയും സൗണ്ട് വരാൻ പാടില്ല. എവിടെ? നീ ഏത് കാര്യത്തിലാണ് നോക്കുന്നത്? അതിന് തൊട്ട് മുകളിലത്തെ വരി നോക്കി. ഇവിടെയാണ് നമ്മുടെ ക്ലാസ്. ഇതെവിടെയാണ്? ഇവിടെ നോക്കി, നമ്മൾ ഇലാഹൻ എന്നുള്ള പദത്തെ ഓക്കെ, ഇവിടെ ഈ വാക്കെന്ന് പറഞ്ഞോളി. വറബത്ന എന്ന് പറഞ്ഞാൽ കൽക്കല് ചെയ്തില്ലല്ലോ. എന്ന് പറയുമ്പോഴാണ് കൽക്കലാകുക. വേറെ തെറ്റുകൾ വരുത്തി എന്താണെന്നറിയുമോ? ആദ്യം ഖുലൂബിഹിം, ഈ ആ ഹംസ വ്യക്തമായില്ല. ഖുലൂബിഹിം ഇദ്ഖാമു എന്ന് ഓതിയത്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത ആളായത് സെക്കൻഡ്. ഓക്കെ, وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض. ഇതിനകത്ത് 2 തെറ്റുകളുണ്ട്. ഒന്നുകൂടെ ഉപയോഗിക്കേ. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض. ഇപ്പോൾ ഒരു തെറ്റിൽ ചുരുങ്ങി. നേരത്തെ ആ തെറ്റ് എന്താണെന്നറിയുമോ? ഇദ്ഖാമൂല് ആദ്യം നിങ്ങൾ കൽക്കലോട് കൂടി ഓതിയത്, ഇദ്ഖാമൂന്ന് ഓതിയത്. രണ്ടാമത് ഓതിയപ്പോൾ അത് ശരിയായി. ഇനി അടുത്ത തെറ്റെന്ന് വെച്ചാൽ വൽ അർദ്. ഇവിടെ ഈ ഹംസ വ്യക്തമായിട്ടില്ല. നിങ്ങൾ വൽ അർദ് അല്ല, വൽ അർദ്. ഇനി ഒന്നും കൂടെ നോക്കിയേ. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض. ഓക്കെ, മാഷാ അല്ലാഹ്. അടുത്തത് وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض. ഓക്കെ, അന്യൂസ്. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض. കഫ് കാണാതറിയോ? കഫ് കാണാതറിയോ? ഇപ്പോൾ കുറേ കാണാതെയാണല്ലോ ഓതിയത്. ഇനി അബിയെന്ന് കേട്ടെ. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض. ഓക്കെ, وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض. എന്താ വ്യത്യാസം? ഇതിൽ ദാലിനല്ല വിഷയം. ആ ഹംസ സുക്കൂന് ശേഷം ഹംസ വരുമ്പോൾ ആ ഹംസ ജോയിൻ്റ് ആയി പോയത്. അലാ ഖുലൂബിഹിം ഇദ് എന്നായി പോയത്. അലാ ഖുലൂബിഹിം ഇദ്. ഓക്കെ, നിങ്ങൾ മതി. ഒന്നും കൂടെ കൽക്കല വ്യക്തമായിക്കോട്ടെ. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض. ഈ വാക്കൊന്നുകൂടെ പറഞ്ഞോളി. ഇത് ഈ വാക്ക് മാത്രം. وربطنا എന്നല്ല, ബത്ന എന്നല്ല. അപ്പോൾ നിങ്ങൾ കൽക്കല ചെയ്യുന്നില്ല. ഇനി കൽക്കല ചെയ്യാതെ ഒതുക്കേ. നിങ്ങൾ എന്നുള്ള സൗണ്ട് വരുത്ത് മാത്രമല്ല, അത് നമുക്ക് കൽക്കലായിട്ട് യാതൊരു ബന്ധമില്ല. അത്രേ ഉള്ളൂ. തൂ അല്ല, അപ്പോൾ അങ്ങനെ കൽക്കല ചെയ്യുന്നില്ല. അതാണ് അങ്ങനെ കൽക്കല. എന്നുള്ള സൗണ്ട് വരുന്നതല്ല, സുക്കൂനിനെ അമർത്തുന്നതിനാണ് എന്ന് പറയാ. തൂ അല്ല,
നിങ്ങൾ സുക്കൂൻ പറയുമ്പോൾ നിങ്ങൾ റബത്ന സൗണ്ട് കയറ്റുന്നേ ഉള്ളൂ. അപ്പോൾ കൽക്കലയില്ല. അപ്പോൾ നിങ്ങൾ ഇന്നൊരു സൗണ്ട് വരുന്നുള്ളൂ, കൽക്കല വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ലമ്മ പറയുന്നത്, ബത്തുന എന്നാണ് പറയുന്നത്. അതൊന്നും ശ്രദ്ധിക്കുക. റബത്ന എന്നല്ല, നിങ്ങൾ എന്ന് മാത്രമാണ് അല്ല. ആ അതൊന്ന് ക്ലിയർ ആക്കി. പിന്നെ അങ്ങനെ മതി. ഈ ഇവിടെ നോക്കിക്കേ, ഇത് കാമുന്നാവരുത്. ദാലും സുഖവും വന്നു കഴിഞ്ഞാൽ കൽക്കലയില്ല. ഇപ്പം ഇത് കാമുമാണ്, ഇത് കാമുന്നായി പോരുത്. ഇത് കാമു ഖാഫാണ്. ഇത് ഖാം. ബാക്കി ക്ലിയർ ആണ്. ഇപ്പം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഖാമുന്നായി പോരുത്, ഇത് ഖാമു. ഓക്കെ, ഇനി നിങ്ങൾ പോകാൻ ബാക്കിയില്ലേ? ആദ്യം ഓതേണ്ട ആളാണ്. ഒന്നുകൂടെ കേട്ടില്ല. ഇത് ഖാമു അല്ല, ദാലും കൽക്കലയില്ല. ഇത് ഖാമുമാണ്. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض. ഓക്കെ, റബത്ന അത്വാന്ന് ശരിയാക്കാനുണ്ട്. ഓക്കെ, സമയമില്ലേ? സമയത്തായി 48 ആയിട്ടു. ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ ഇനി അടുത്തത് ശ്രദ്ധിച്ചോളി. അടുത്ത വാക്ക് ഹാ ഉലാഇ എന്നാണ്. എന്താണ് ഹാ ഉലാഇ? ഇവിടെ 2 മദ്ദുണ്ട്. കേട്ടില്ല? അത് ഓതിയിട്ടില്ല. ശരിയാ, നമ്മൾ വല്ല 60 പേരല്ലേ ഓതിയിട്ടുള്ളൂ. അതുകൊണ്ട് ആകെ ശ്രദ്ധിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ ആയത്ത് ഫുള്ള് എടുത്തല്ലേ ഓതി കഴിഞ്ഞു തന്നെ. അപ്പോൾ നമ്മളിനി എടുത്തോതുമ്പോൾ എവിടെ നിന്ന് ഓതണം? നമ്മളിപ്പോൾ വഖഫില്ലാ സ്ഥലത്തല്ലേ നിർത്തിയത്. റബ്ബുസ്സമാവാത്തി വൽ അർദ്, റബ്ബുസ്സമാവാത്തി മുതലാണ് എടുത്ത് ഓതേണ്ടത് കേട്ടോ. റബ്ബുസ്സമാവാത്തി വൽ അർദി ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ. അവിടെ നിർത്തിക്കോളി. ഒന്നുകൂടെ ഓതാം. റബ്ബുസ്സമാവാതി വൽ അർദി ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ. അവിടെ വരെ നിർത്തി ഓതിക്കോളി. അപ്പം ഞാൻ പറയുന്ന ആൾക്കാർ ഓതൂലേ? ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ഓതിക്കോളി. ഇവിടെ എന്താ നിയമം? ഇവിടെ മണിക്കണം. നിങ്ങൾ മണിക്കാതെ ഓതി. ഒമിന്ദൂനി അല്ല, ഒമിന്ദൂനിഹി. മണിച്ചോളി നല്ലത്. അവിടെ നീട്ടാനുണ്ട്. ഒന്നുകൂടെ. റബ്ബുസ്സമാവാതി ഓക്കെ. ഇനി നിങ്ങൾ ഓതി. നിങ്ങൾ ഓതി. റബ്ബുസ്സമാവാതി വൽ അർദി ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ. ഓക്കെ. സഹിബ്. റബ്ബുസ്സമാവാതി വൽ അർദി ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ. ഈ ആയത്ത് മാത്രം ഓതിക്കില്ല. ഈ മിന്നിനോട് ചേർത്ത് ഓതി. ഇവിടെ മുതൽ ഈ മിൻ തീരുന്നവർ ഓതി. അവിടെ സ്പീഡ് കൂടുമ്പം ലൻ നദ്ഉവ മിൻ ദൂനി. അപ്പോൾ അയിൻ്റെ ലമ്മും വാവിൻ്റെ ഫതഹും ഒക്കെ വ്യക്തമാണ്. ലദ്ഉവ മിൻ ചേർത്ത് ഓതി. رب السماوات والأرض
رب السماوات والأرض لن ندعو من دونه إلها. ഓക്കെ, നിങ്ങൾ ചോദിക്കും. رب السماوات والأرض നിങ്ങൾ കുഴപ്പമില്ല, السماوات والأرض لن ندعو من دونه إلها. ഇവിടെ കുറച്ചും കൂടെ നീട്ടണം. ദൂനിഹി من دونه إلها. അല്ല, ഈ ഹീല് കുറച്ച് അധികം നീട്ടണം. ദൂനിഹി إلها. ഇലാഹ ഒരു ലിഖ് നീട്ടണം, إلها. ഒരു ലിഖ് നീട്ടിയെടുക്കണം. ഓക്കെ, ഹാസൻ സാഹിബ് ഒന്ന്. رب السماوات والأرض لن ندعو من دونه إلها. അവിടെ ദൂനിഹിയിൽ ഹായിൽ നീട്ടണം. رب السماوات والأرض لن ندعو من നദ്ഉ അവിടെ സ്പീഡ് കുറച്ച് നോക്കിക്കോളി, കാരണം رب السماوات والأرض لن ندعو من دونه إلها. ചില സ്ഥലങ്ങൾ നമ്മൾ സ്പീഡ് കൂടിയാൽ ചില ഹർക്കത്തുകൾ വിട്ടുപോകും. ഈ പെട്ടൊരു സ്ഥലമാണ്. നദ്ഉ ആല നദ്ഉ വാവാണ്. നദ്ഉവ മിൻ ദൂനിഹി നിങ്ങൾ പറയുമ്പോൾ നദ്ഉ ആ എന്നായി പോകുന്നുണ്ട് അല്ലേ, നീട്ടിയാ ഓതല്. ഓക്കെ, നമ്മൾ നീട്ടാതെ ഞാൻ പറഞ്ഞ പക്ഷേ വിഷയം മനസ്സിലായോ? നദ്ഉ ആ എന്നാണ് നിങ്ങൾ പറയുന്നത്. നദ്ഉ ആയല്ല, വാവാണ്. ആ, അവിടെയാണ് വിഷയം. ആ വ മിന്ദൂനി ഇല്ല, മിന്നല്ല, മിന്ദൂനി മിന്ദൂനി. ഒന്ന് ചേർത്ത് ചോദിക്കേ. അപ്പം മിന്ദൂനി അല്ല, നീട്ടിയാ ഓതി. അങ്ങനെ ഓതിപ്പോയത് മുമ്പ് ഇത്ര നാൾ. പക്ഷെ അത് ഇനി ശരിയായിക്കോളും. അവിടെ വരട്ടോളി. ആ, ഒന്നുകൂടെ. അവിടെ ദൂനിഹി നീട്ടാനുണ്ട്. ആ, ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. വേറെ കാര്യം, വൽ അർദി എന്ന് പറയുമ്പം ആ റാവും ബാദും കുറച്ചും കൂടെ ഒന്ന് ജീവൻ വെക്കാനുണ്ട്. വൽ അർദി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നിർത്താനും നിർത്താതിരിക്കാൻ അനുവാദമുണ്ട്. നിർത്താതെ ഓതലാണ് നല്ലത്. പക്ഷെ നമ്മൾ നിർത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുത്തോതേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നിർത്താൻ അനുവാദമുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്കി ഓതിയാൽ മതി. لقد قلنا إذا شططا. لقد قلنا إذا شططا. ഓക്കെ, സാജി സാഹിബ്. لقد قلنا إذا شططا. നിങ്ങൾ നേരത്തെ തോതിയില്ലല്ലോ. അവിടെ നിന്ന് പോയിക്കോളൂ. റബ്ബ് സമാവാത്തി رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. ഒരു പ്രശ്നം വരുത്തി. കുൽന ഇതെന്നല്ല, قلنا അവിടെ മദ്ദുണ്ട്. കുൽന إذا شططا. അവിടെ യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. നിങ്ങൾക്ക് മദ് മുൻഫസിലൊക്കെ അറിയുന്നതാണ്. ഇവിടെ മദ് മുൻഫസിലായതുകൊണ്ട് കുൽന ഇതൻ ഷത്തത്തെന്ന് ഓതിയാൽ ശരിയാവും. പക്ഷേ വിഷയം വരുന്നത് നിങ്ങൾ ആ ഓത്തിൽ എവിടെയൊക്കെ മദ് മുൻഫസിൽ വരുന്നു അവിടെയൊക്കെ ഒരു നീട്ടേണ്ടി വരും. ഞാൻ മൂപ്പർക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാ. ഏതിൻ്റെ പറഞ്ഞില്ലേ? പഠിച്ച റബ്ബേ. പിന്നെ ഷത്തായിൽ നിർത്തുമ്പോൾ ഒക്കെ പറഞ്ഞതാണ്. റേഞ്ച് പോകണ്ട്. ഓക്കെ, ആ, അത് ശാസ്ത്രത്തിന് അത് സ്വന്തം പ്രാക്ടീസ് ചെയ്ത് നോക്കി ഇൻഷാ അല്ലാ. അങ്ങനെ ഓതിയാൽ കിട്ടും. നമ്മളിപ്പോൾ ഒന്ന് സാധാരണ നിസ്കാരത്തിനേക്കാളും കുറച്ചും കൂടി സ്പീഡ് കുറച്ചിട്ടാണ് ഓതുന്നത്. സാധാരണ നോർമൽ സ്പീഡാണെങ്കിൽ പറ്റും. ഇനി അടുത്തത് ആരാ? നിങ്ങൾ ഓതുമോ? لقد قلنا إذا
ഒറ്റടിക്ക് എടുത്തല്ലോ ഒരലിഫ് കിട്ടണം. ഒരലിഫ് കിട്ടണം. ആ ഷതത നിങ്ങൾ നോക്കിക്കോളി. അവിടെ മണിക്കണം. ഇതൻ മാറ്റി കൊടുക്കണം. കുറച്ചുകൂടെ നീട്ടാം കേട്ടോ. ഖുൽനാ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഓക്കെ. ഇതൻ ശതല്ല ഓതി കറക്റ്റായി. ഇതൻ ഷ. ആ നിങ്ങളൊന്ന് ചോദിക്കും. ഓക്കെ നിങ്ങൾ ഓതിയോ? ഓക്കെ. ഇനി ഒന്ന് ചോദിക്കടാ. കുൽന നീട്ടണം. എങ്ങനെയാ മണിക്കേണ്ടത്? ഇതൻ ശതത്തൊന്നല്ലല്ലോ മണിക്കുക. ഇതൻ ഇഖ്ഫ അല്ലേ? അപ്പൊ ഇതൻ പറയരുത്. ഇതൻ നോക്കി ഓതിയാ മതി. ഓക്കെ നിങ്ങൾ നോക്കി. ഓക്കെ മാഷാ അല്ലാഹ്. സമയമുണ്ടോ? 58 മതി. ഇനി അടുത്ത ആയത്തെടുത്താൽ എത്തൂല. എടുക്കാം. നിങ്ങൾ എത്ര മണിക്കാണ് വന്നത്? അത് നേരത്തെ വന്നാൽ മതി. അപ്പോൾ നേരത്തെ വന്ന ആൾക്കാരോട് കാണിക്കുന്ന അക്രമമല്ലേ അത്? ഓക്കെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.